വണക്കം ചങ്ങാതിമാരെ, ഗൗടെക് 66ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഗ്ലാസ് കടയിൽ കിട്ടുന്ന പാലറ്റാണ്. ഇത് ധാരാളം പീസ് കിട്ടുന്ന വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിനകത്ത് കണ്ടമാനം ആണിയും റിവേറ്റുകളും മറ്റേ സ്റ്റേപ്പിളർ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ഉള്ളതുകൊണ്ട് ഒത്തിരി പീസ് എനിക്ക് നഷ്ടമായി. പിന്നെ ഞാൻ ഉദ്ദേശിച്ച അത്ര കനം ഈ പീസുകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും പീസിൽ നിന്ന് കുറച്ച് മരം എനിക്ക് കിട്ടി. നഷ്ടമൊന്നുമില്ല, വില കൊടുത്ത് വാങ്ങുമ്പോൾ. പക്ഷേ ഉദ്ദേശിച്ചത്ര സംഭവം കിട്ടിയില്ല. എന്തെങ്കിലും ആകട്ടെ, അപ്പോൾ നമുക്കതൊന്ന് ഇത്രയും പീസുകളാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടൊരു ചെടിച്ചട്ടിയൊക്കെയുള്ള സ്റ്റാൻഡ് ഉണ്ടാക്കാൻ, ഇൻഡോറും ഔട്ട്ഡോറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് നമുക്ക് പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം അതിൻ്റെ ഷേപ്പ് ഭയങ്കര പ്രശ്നമാണ്. ഇത് വേപ്പാണ്, ആര്യവേപ്പ്. അപ്പോൾ ഞാനത് ഒരു സ്റ്റാൻഡിൻ്റെ അളവിനെ മുറിച്ചെടുത്തിട്ട് സാൻഡർ വെച്ചിട്ട്, നമ്മുടെ ഈ സാൻഡ് ഡിസ്ക് വെച്ചിട്ടാണ് അത് പോളിഷ് ചെയ്തെടുത്തത്. അത് ലൈവ് എടുക്കാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ ഭയങ്കര പൊടിയാണ്. അത് മൊത്തത്തിൽ ശല്യം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മളത് ഇറങ്ങി തിരിഞ്ഞു. അപ്പോൾ പിന്നെ തിരിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും നമുക്ക് ചെയ്യാം, ഭംഗിയായിട്ട് ചെയ്ത് കിടക്കാം. അതേപോലെ സാൻഡർ വെച്ച് കുറച്ച് സമയം എടുക്കും, പൊടി ശല്യം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പ്രൊഫഷണലായിട്ട് ഞാൻ കാർപ്പൻറ്ററൊന്നും അല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഭംഗി കുറവുണ്ടാവും, എന്നാലും കാര്യങ്ങൾ നടക്കും. അപ്പോൾ കുറേ ഞാൻ ഇതേപോലെ സാൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊടി നിങ്ങൾക്ക് കാണാം, ഭയങ്കരമായിട്ടുള്ള പൊടി ശല്യം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ക്യാമറ ലൈവ് വെച്ച് എടുക്കാതിരുന്നത്. അപ്പോൾ ഒരു 4 അടി നീളത്തിലുള്ള ഏകദേശം ഒരു സ്റ്റാൻഡാണ് 2 തട്ടായിട്ട് ചെടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കാരണം എൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്തതാണ്, ചെടിച്ചട്ടികളായി. അപ്പോൾ അത് എങ്ങനെയും കുറച്ച് മാറ്റി വെക്കണമല്ലോ. ചെറിയ വീടാണ്, ചെറിയ സിറ്റ് ഔട്ട് വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബ്ലൈനർ ഉണ്ട്, അത് വെക്കാമായിരുന്നു. പക്ഷേ അതിനകത്ത് പ്രശ്നം ഈ മരത്തിൻ്റെ വളവും പിന്നെ ഇങ്ങനെ പശ, അതിനിടയ്ക്ക് റിവേറ്റുകൾ, അങ്ങനെ ഒത്തിരി ഇരുമ്പിൻ്റെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് ബ്ലൈനർ വേസ്റ്റായി. ഈ പശയുള്ളതുകൊണ്ട് ഡിസ്കും ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, വേസ്റ്റായി പോകും. ഓരോ പീസിനും ഇങ്ങനെ അകത്തേക്ക് പുറത്തേക്ക് വളവ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞൊരു വലിയ ബ്ലൈനറിനകത്ത് കയറ്റിയാൽ പോലും അതിനകത്ത് കണ്ടമാനം മരം വേസ്റ്റായി പോകും. പക്ഷേ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ വേസ്റ്റേജ് ഇല്ലാണ്ട് അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോ തല്ലിക്കൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിന് ബാക്കി പണികൾ ഉണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പാർട്ട് 1 കൂട്ടുക. ഇതിനകത്ത് ഏകദേശം ഒരു വലിയ ചെടിച്ചട്ടികൾ 5-6 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം വരെ വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊന്ന് പെയിൻ്റ് അടിക്കുക. അതിൻ്റെ സെൻറ്ററിലൊരു താങ്ങ് കൊടുക്കണം, ഒരു പീസ് കൊടുക്കണം സെൻറ്ററിൽ. കാരണം പറഞ്ഞാൽ ഹെവി ചട്ടിയുടെ മുകളിൽ കയറ്റുമ്പോൾ അത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും പണി ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത പാർട്ടായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കെല്ലാം ബോറടിക്കുന്നുണ്ടാകും, കാരണം ഞാൻ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ഒരു വീഡിയോ ഇടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂവേഴ്സിനോടൊക്കെ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. മാക്സിമം ഞാൻ വീഡിയോകളായിട്ട് വരാം. ഇടയ്ക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് താമസിച്ച് പോണത്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം. തുടർന്ന് സഹകരിക്കുക.